എടാ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയാലോ? എന്താ ലൈഫ് ഇങ്ങനെ പോകുന്നതിൽ ഒരു അർത്ഥമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ആലോചിക്ക്. ഒറ്റയ്ക്കിരുന്ന് ആലോചിക്ക് കേട്ടോ. ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത്, ഈ വൈറ്റ് ചുമരില്ലേ, ഞാൻ ആദ്യമോ ഡയലോഗ് കേട്ടതാണ്. പിന്നെ മുതൽ ഞാനിങ്ങനെ വൈറ്റ് ചുമര് കണ്ട് എനിക്കിങ്ങനെ അറിയാണ്ട് നോക്കാൻ തോന്നും. കാരണം ആ വൈറ്റ് ചുമര് നോക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും അവിടെ തിങ്ക് ചെയ്യല്ല. നമ്മൾ ജസ്റ്റ് കാം ആൻഡ് പീസിൽ ഇരുന്നിട്ട് അപ്പോഴാണ് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമുക്ക് നമ്മളുടെ ഐഡിയാസ് തിങ്ക് ചെയ്യാൻ വേണ്ട ബെസ്റ്റ് ഒരു വേ ആണിത്. ആ വൈറ്റ് ചുമരിലാണ് നോക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും, ഇപ്പം എൻ്റെ ബാക്കിലുണ്ടോ, ഫുള്ള് വൈറ്റ് ആണ്. അതിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫോണൊന്ന് യൂസ് ചെയ്ത്, ഫോണൊന്ന് അടുത്ത് വെക്കരുത്, സൈലൻ്റ് ആക്കി മാറ്റി വെക്കാം. അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കുറച്ച് നേരം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ തിങ്ങി, പക്ഷെ ലാസ്റ്റ് അറ്റ് ദ എൻഡ് നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ആലോചിക്കും. ഞാനിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ എന്താണ് ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പോയാൽ ഞാൻ എവിടെ എത്തും? എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ആ തോട്ട് വരുമ്പോഴാണ് മോനെ നീ ഇരുന്ന് ആലോചിക്കും. പിന്നെ നീ അത് ഇഷ്ടപ്പെടും അങ്ങോട്ട്. നിനക്ക് പിന്നെ ഫുൾ ടൈം ആ ചുമലിൽ നോക്കിയിരിക്കാൻ നോക്കും. കാരണം അപ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ഐഡിയാസ് ഉണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു ലെവലാണ്. ആ ഐഡിയാസ് ഒക്കെ നമ്മൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അംബാനി ഇതാ ഇവിടെ കിടക്കും താഴെ. ഓക്കെ, അപ്പോൾ ആലോചിക്ക്. നല്ല ഐഡിയാസ് 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 എല്ലാവരും തലയിലും ഉണ്ടാ. വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാൻ പറ്റുമോ നോക്ക്. വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. പറ്റില്ലെങ്കിൽ എന്താ, കുറച്ച് സമയം പോകും, കുറച്ച് പൈസ പോകും, പക്ഷേ